നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തത്തിൽ അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിൻ്റെയും കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പും നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരെയും അബ്ദുറഹ്മാൻ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കൊളപ്പുറം ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കള്ളക്കണക്കിലൂടെ ഫണ്ട് തട്ടിപ്പും ദുരുപയോഗവും നടത്തുന്ന LDF സർക്കാരിൻ്റെയും ദുരന്തബാധിതർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും നടപടിയിൽ KPCC ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം നടക്കുന്നതിൻ്റെ ഭാഗമായാണ് കൊളപ്പുറം ടൗണിൽ AR നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. കേരള മക്കൾ കണ്ടിട്ടില്ല, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്ത്, രാജ്യം ഭരിക്കും സംഘികളെ, വയനാടെന്താ ഇന്ത്യയിലല്ലേ, കേന്ദ്രത്തിന്റെ ഫണ്ടില്ല, ദുരിതാശ്വാസ പാക്കേജില്ല, മണ്ഡലം പ്രസിഡന്റ് ഹംസ തെങ്ലാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KC അബ്ദുറഹ്മാൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപനങ്ങൾ നടത്തി ഈ മനുഷ്യന് മന്ത്രിയാവുകയാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഏതോ ചക്കേറ്റപ്പോ കിട്ടിയ മൊയില് പോലെ MP സ്ഥാനം കിട്ടി അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു മന്ത്രി പുങ്കവൻ വയനാടെന്ന ദുരിത ഭൂമിയിൽ ഒന്ന് എത്തി നോക്കി, ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് എത്തി നോക്കിയിട്ട് ആ മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന 1000 രൂപ പോലും ചെയ്യാതെ കേരള ജനതയെ പല്ലടിച്ച് കാണിക്കുന്ന ഒരു സംഭവവികാസമാണ്. മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കരീം കാമ്പ്രാൻ, മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ മൊയ്തീൻ കുട്ടി മാട്ര, മജീദ് പൂളക്കൽ, രാജൻ വാക്കേൽ, ഉബൈദ് വെട്ടിയാടൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കരുത് എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ശ്രീ പിണറായി വിജയൻ. അഴിമതിയും കൊള്ളയും മാത്രം മുതൽ മുടക്കായി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും വഞ്ചിക്കുന്ന ഒരു നേതാവാണ് ശ്രീ പിണറായി വിജയൻ. ഏത് ദുരന്തം എവിടെ ഉണ്ടായാലും, സുനാമി ആവട്ടെ, കവളപ്പാറ ദുരന്തമാവട്ടെ, അതുപോലെ തന്നെ ഇപ്പൊ നടന്ന വയനാട് ദുരന്തമാവട്ടെ, ഇതിലെല്ലാം കിട്ടുന്ന പണം സ്വന്തം ഖജനാവിലേക്ക് പാവപ്പെട്ടവർ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ബാക്കിയുള്ള കാശ് ഖജനാവിലേക്ക് സ്വന്തം അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന, സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പിണറായി വിജയനെ എത്രയും പെട്ടെന്ന് ഈ ഭരണത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രകടനം. നമുക്കറിയാം, നമ്മൾ ശക്തമായ പ്രതിഷേധത്തിലൂടെ, ശക്തമായ സമരത്തിലൂടെ പിണറായി വിജയനെ താഴെ ഇറക്കിയേ നമുക്ക് വിശ്രമമുള്ളൂ എന്ന് മാത്രം. അസ്ലം മമ്പുറം, സമദ് പുകയൂർ, മുസ്തഫ ചേലക്കൻ, അബൂബക്കർ പുകയൂർ, കുട്ടിക്ക ചേലക്കൽ, അലവി EV, ഉസ്മാൻ KT, ബഷീർ പുള്ളിശ്ശേരി, അലവി TA, ചാത്തമ്പാടൻ സെയ്തലവി, അഷ്റഫ് KT, ബാബു കൊളപ്പുറം, ശ്രീധരൻ കൊളപ്പുറം, മുസ്തഫ KT എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ പുള്ളിശ്ശേരി സ്വാഗതവും മണ്ഡലം ജനറൽ സെക്രട്ടറി സക്കീർ ഹാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.